18 തികയാത്തവർ വാഹനം ഓടിച്ചാൽ ശിക്ഷ മാതാപിതാക്കൾക്ക്. അത് നല്ല നിയമമാണല്ലോ. 18 തികയാത്തവർ വാഹനം ഓടിച്ചാൽ 25,000 രൂപ പിഴയും 3 മാസത്തെ കഠിന തടവും മാതാപിതാക്കൾ അനുഭവിക്കേണ്ടി വരും. പഠിച്ച റബ്ബേ, ഇവിടുത്തെ ഹിമാറിന് 18 ആയില്ലല്ലോ. ഇത്തോതിൽ പോയ കോയ ജയിലാവൂലേ? വണ്ടി നിറഞ്ഞു. എന്താണ് കാര്യം പറ. വണ്ടി എടുത്തിട്ട് പോണ്ടെന്ന് പറഞ്ഞില്ല, താക്കോലും കൊണ്ട് ഞാൻ പോവാറല്ലേ. ഇജ്ജ് പോവോ? വണ്ടി നിറങ്ങണ വണ്ടി പോട്ടെ. ഞാൻ എന്താണെന്ന് പോയാല് ഞാൻ പോണ്ടെന്ന് ഉപ്പ പറഞ്ഞു കേട്ടില്ലേ? ഞാൻ കഴിഞ്ഞ ദിവസമൊക്കെ വണ്ടിക്കാളെ പോയെന്ന പിന്നെ തരൂല എന്ത് കാര്യത്തിന് തന്നെ. ഇന്ന് എന്നോട് വണ്ടി പോണ്ടെന്ന് ഉപ്പയാണ് പറഞ്ഞേ. ഞാൻ പോകും. ഇജ്ജ് പോവോ? അന്ന പിന്നെ ഇജ്ജ് എടുക്കണം. എന്റെ നെഞ്ചത്ത് കൊണ്ട് ഈ പോവുള്ളൂ. അവിടെ കിടക്ക്, ഞാൻ എടുക്കാലോ. എന്താ നോക്ക്, പച്ച മട്ടലെ കൈ ഉപ്പായും പൂപ്പനെ വെറുപ്പിക്കണ്ട. പിന്നെ സ്കൂളിൽ പോ സമയമാകും. എന്റെ മോനാണെങ്കിലേ ഞാൻ പറഞ്ഞത് കേൾക്കുള്ളൂ. ബാപ്പന്റെ ബാപ്പയാണ് ഞാൻ പറഞ്ഞത് കേൾക്കുള്ളൂ. നമുക്ക് നോക്കാം. കോയാജ് ഇവിടെ വന്നാ ബാപ്പ ഒന്നിങ്ങടെ വന്നിങ്ങട് എട്ടജ് കാണിക്കണം. അവിടെ ഇങ്ങോട്ട് പോയി ഒഴിവാക്കി. ഉപ്പാണ് എപ്പ തുടങ്ങിയ ഒരാളെ ഫോൺ വിളിക്കാതെ ഇവരോട് ഞാൻ സ്കൂളിൽ വണ്ടി എടുത്ത് പോണ്ടെന്ന് പറഞ്ഞു. ഓൻ പോകുന്നു. ഓൻ എങ്ങനെയാ പോവുക? അല്ല എന്റെ വാപ്പ, ഞാൻ ഒരു കാര്യം ചോദിച്ചിട്ട്, ഈ ചെക്കനെ കാണുമ്പോൾ ഈ കീരും പാമ്പും മരി അവൻ എന്താണ് അറിയാണ്ട് ചോദിക്ക. അല്ല എനിക്കോ നിങ്ങൾ ചെറുപ്പത്തിൽ വണ്ടി മേടിച്ചന്നില്ല. ഇപ്പൊ ഓനക്കൊരു വണ്ടി കിട്ടിയാ ഓൻ പോയിക്കോട്ടെ. ഇനിയിപ്പോ എന്താണ്? അതിനൊന്നുമില്ല, ഒരു കുഴപ്പമില്ല. ഇജ്ജാണ്ടാ ഓനെങ്ങനെ ബസ്സിലാക്കണത്? ഓൻ വണ്ടിയിൽ പോയാലേ 3 കൊല്ലം ഈ ജയിലിൽ കഴിയേണ്ടി വരും. അറിയാം എന്താ ഈ പറയണോ? ഓ വണ്ടി എടുത്തോ, ഞാൻ എന്തിനാ ജയിലിൽ കിടക്കണേ? ജയിലിൽ കിടക്കേണ്ടി വരും. അതാണ് പുതിയ നിയമം. പേപ്പർ വായിക്കണോ? പേപ്പറിൽ വെണ്ട കച്ചരത്തിൽ എഴുതി വെച്ചിക്കണ്, 18 വയസ്സ് തികയാത്ത കുട്ടികൾ വണ്ടി ഓടിച്ച് പോലീസ് പിടിച്ചാല് മാതാപിതാക്കള് 3 കൊല്ലം ജയിലിൽ കിടക്കണം, 25,000 രൂപ പേയം കൊടുക്കണം. നേരോ? നേരാണ്. ഉണ്ട തിന്നേണ്ടി വരും. ഉണ്ട 3 കൊല്ലം. ആര് പറഞ്ഞാൽ ഉണ്ടെന്ന്? എല്ലാ ദിവസവും ചപ്പാത്തിയും ചിക്കനാണല്ലോ. അതെന്നോട് ആര് പറഞ്ഞു? പേപ്പറിലുണ്ടാവുമല്ലോ. അല്ല, ആ പേപ്പർ നമ്മള് വായിച്ചില്ല. അത് നിങ്ങൾ വേണമെങ്കിൽ വായിച്ചാൽ മതി. അതെ, അല്ല ഇജ്ജ് പിന്നെ അവിടുത്തെ ചിക്കനും ചപ്പാത്തിയൊക്കെ തീറ്റിക്കാൻ വേണ്ടിട്ടാ വണ്ടി എടുത്ത് പോണേ. അല്ല എന്നോട് ഇപ്പൊ ഇത്ര ഉപ്പ പറഞ്ഞു കേട്ടില്ല. അപ്പൊ ഈ നിയമൊക്കെ പറഞ്ഞപ്പോ എനിക്കെന്താ ചെവിയിലേക്ക് പോകാത്ത? എങ്ങനെ കേൾക്കാം? അതിനോ പത്രം വായിക്കണ്ടേ? ഇജ്ജ് വായിക്കലുണ്ട് പത്രം? ഞാൻ ഇപ്പൊ ഇവിടെ പത്രം വായിച്ച് കുത്തിരിക്കുക. പണിക്കൊന്നും പോണ്ടേ? നിങ്ങൾക്ക് പണിയില്ലാച്ചിട്ട് എന്തെത്തണ്ട എന്റെ ഒരു ശീലം നിങ്ങൾക്ക് ആർക്കും കിട്ടാണ്ടായി പോയത്. ഉപ്പു 5 പൈസ തൊട്ട് വണ്ടി ഓടിക്കണം ഞാൻ കേട്ടിട്ടുണ്ടല്ലോ. അത് സൈക്കിൾ ഉണ്ടാ ഹിമാറേ. അതിന് നിയമൊന്നും ബാധകല്ല. മാണ്ടാത്ത ചോദ്യം ചോദിച്ചു വരിക. വണ്ടി കൊണ്ട് ഇറങ്ങി. എനിക്കിപ്പോ പോണം. രാജ്യ പൂല ഞാൻ പറഞ്ഞു കേട്ടോ. അനക്ക് സ്കൂളിൽ പോണിച്ച് ബസ്സിന് പോയിക്കോ. അല്ലെങ്കിൽ നടന്നു പോയിക്കടാ. എന്റെ കൂട്ടുകാരന്മാരൊക്കെ വണ്ടിക്കാണ്. അപ്പൊ ഞാൻ മാത്രം നടന്നു പോണോ? നടന്നു പോണോ? അല്ല ഇപ്പൊ ഈ വണ്ടി ഉണ്ടെങ്കിലേ സ്കൂൾക്ക് പോകണോ? അങ്ങനെ എന്റെ മോൻ പോണോന്ന് കാണണം. മറവടി എനിക്ക് പുറത്തേക്ക് പോണോന്ന് അങ്ങനെ ഉണ്ടോ? എനിക്കൊരു ബാക്കി ഈ പോണോന്ന് കാണട്ടെന്നാല്. ബാപ്പ എന്നെ വണ്ടിക്ക് വിട്ടില്ലെങ്കില് ഞാൻ ആത്മഹത്യ ചെയ്യും സത്യമായിട്ടും. മനമേ ആയി ശരി. ഇതിപ്പോ നിങ്ങള് കുട്ടികളുടെ ഒക്കെ സ്ഥിരം പരിപാടിയാണ്. എന്തെങ്കിലും ഇങ്ങോട്ട് അങ്ങനെ നടന്നില്ല വെച്ചാൽ അപ്പൊ തന്നെ ഞാൻ ആത്മഹത്യ ചെയ്യും പറഞ്ഞിട്ട് മാതാപിതാക്കളെ പേടിപ്പിക്കല്. ആത്മഹത്യ ചെയ്യോ? ഞാൻ ചെയ്യും. അതെ, എന്നെ മോൻ പോയിട്ട് വേഗം ആത്മഹത്യ ചെയ്തിട്ട് ഓടിവായോ ചെല്ലി. ആത്മഹത്യ ചെയ്താലേ ഇതാ നോക്ക്, എന്റെ കണ്ണിന്ന് ഒരു താരി കണ്ണീരാ പൊടിയൂല. മാത്രല്ല എന്റെ മഞ്ചത്തുണ്ടുമ്പോ ഒരു ചവിട്ടും കൂടി ചവിട്ടി തന്നെ ഞാൻ കബറിലേക്ക് ആക്കോളൂട്ടാ. 25,000 ഉറുപ്പ്യ കൊടുക്കണു പോട്ടെ. ഞാൻ 3 കൊല്ലം ജയിലിൽ കിടക്കണം എന്ന് പറഞ്ഞിട്ട് ജഡ്ജാലിന് ഒരു അനക്കണ്ടാവും നോക്കി. നടന്നാ പോയിക്കോട്ടെ പാപ്പാ. പറ്റൂല, എനിക്ക് വണ്ടിക്ക് തന്നെ പോണം. അതെ, ഞാൻ വണ്ടിക്ക് പോകും. എനിക്ക് മൊബൈല് മേടിച്ചു തരാത്തപ്പോ വാശി വെച്ച മാതിരിയല്ല. കുട്ടികളാണെങ്കിലോ അനുസരണം വേണം മൂത്തോരോട്. പറഞ്ഞിട്ടുണ്ടോ? ഇറങ്ങണ വണ്ടി. പറ്റൂല. ഇപ്പൊ വണ്ടി കൊണ്ടുപോകും, പോലീസ് തന്നെ കുടിക്കും. ഞാൻ 3 കൊല്ലം ജയിലിൽ കിടന്നാല് എന്റെ കുട്ടി എന്തുരുത്തിട്ടാ കേറ്റ വായിലേക്ക്. ഞാനെന്താ തിന്നുക? നീ എന്റെ ഫീസ് അടക്കണോ? ഈ ജയിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നെ അടുത്ത ക്ലാസ്സിലേക്ക് ചേർക്കുന്നതൊക്കെ ആരടക്കും? എന്റെ ഫീസും കാര്യങ്ങളൊക്കെ. എന്തെങ്കിലും ഒരു കൂസലുണ്ടോ അവന്റെ മുഖത്ത് നോക്കി? ഇറങ്ങിയിരിക്കണ വർത്താനം പറയാൻ നിക്കണ്.
ഒതുങ്ങിയിരിക്ക്. ബാപ്പ കയറട്ടെ. എന്താ ഓന്റെ ഉങ്ക് കേറാണ്ടില്ലേ എനിക്ക് ബാപ്പയോടൊപ്പം പുറകിരുന്ന ഒരു നാണക്കേടാണ്. അമ്പടി കേമി അനക്ക് നാണക്കേടോ ഈ ഉമ്മർത്ത് ഇങ്ങനെ ഷട്ടിപ്പുറത്ത് ഇങ്ങനെ നടന്നെന്ന് വെച്ച് എങ്ങനെ ചെയ്യ പാന്റ് തൊട്ടൊക്കെ ഇട്ടു തുടങ്ങിയത് നിങ്ങൾ കേറാൻ വണ്ടിയില്. കേറിവിടെ ഉണ്ട്. നാണക്കേട് സ്റ്റാർട്ട് ആവണില്ല കൊണ്ടുപോയി നശിപ്പിച്ചേക്കാൻ അടുത്തടക്ക്. ഇനി ഇത് വെക്കാണ്ട പോയിട്ടേ 2000 രൂപ വേറെ പേ കൊടുക്കേണ്ടി വരും. ഇത് എവിടെ കൊണ്ട് കിട്ടേണ്ടത്? കാലെടുക്കടാ ഇട്ടിട്ട് പോ. ഇനിയിപ്പൊ അത് വലിച്ചു പൊട്ടിക്കണം അഞ്ചങ്ങള് അതിലും വലിയ ഇടങ്ങള് ഞാൻ പോയി വിടും. അല്ല ഇങ്ങനെ നെഞ്ഞത്ത് കൂടെ ഞാൻ ഇപ്പൊ പോണ്ടേ അല്ല വേണ്ട, ഇതിലെ വെക്കോ. ബാപ്പയും ബാപ്പയ്ക്ക് പറ്റിയൊരു മോനും ഈരാൻ വെച്ചിക്ക് മരപ്പട്ടി കൂട്ടുന്ന പറഞ്ഞാല് മറിമായം